നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ തള്ളി കേന്ദ്ര സർക്കാർ. കാന്തപുരം മധ്യസ്ഥത വഹിച്ചതായി വിവരമില്ലെന്നും മോചനത്തിനായി അഭിഭാഷകനെ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാത്തതിൽ വിമർശനം ശക്തമായതോടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അവകാശവാദം. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞതിനു പിന്നാലെയാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിർണായകമായത്. സൂഫി പണ്ഡിതന്മാരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ യമൻ കോടതി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു. ഇതോടെയാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ കേന്ദ്ര സർക്കാർ തള്ളിയത്. എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെക്കുറിച്ച് തനിക്ക് വിവരമില്ലെന്നാണ് കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയത്. You all have been following this very closely. This is a very sensitive matter and the government of India has been offering all possible assistance in the case. We are also in touch with some friendly governments in this regard. The other part of your question was as far as the role of the entity that you mentioned, I have no information. ദിയാദനത്തിന്റെ കാര്യത്തിൽ ധാരണയിലെത്താൻ കൂടുതൽ സമയം ചോദിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും അഭിഭാഷകന് നൽകിയെന്നും മന്ത്രാലയം അവകാശപ്പെട്ടു. യമനിലെ മതപണ്ഡിതരുമായി എ.പി. അബൂബക്കർ മുസ്ലിയാർ ചർച്ച നടത്തിയെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ കണ്ടത്. പാർലമെന്റിലും സുപ്രീം കോടതിയിലും നിലപാട് വ്യക്തമാക്കിയതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതോടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അവകാശവാദം. കൈരളി ന്യൂസ്, ദില്ലി.